VK മിനിമോൾ കൊച്ചി കോർപ്പറേഷൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. 46 സീറ്റുകളാണ് അതായത് 2 സ്വതന്ത്രർ ഉൾപ്പെടെ വോട്ടുകൾ ലഭിച്ച് 48 വോട്ടുകളാണ് VK മിനിമോൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് വലിയ പിന്തുണയോടുകൂടിയാണ് VK മിനിമോൾ മേയറായി അധികാരമേറ്റു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. LDFന്റെ അംബിക സുദർശന് 22 വോട്ടുകളും BJPയുടെ പ്രിയ പ്രശാന്തിന് 6 വോട്ടുകളുമാണ് ലഭിച്ചത്. അതായത് 46 അംഗങ്ങളാണ് UDFന് ഉള്ളത്. അതിൽ 2 സ്വതന്ത്രരുടെ കൂടി വോട്ടുകൾ ലഭിച്ച് 48 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് VK മിനിമോൾ കൊച്ചി കോർപ്പറേഷൻ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള കരഘോഷവും ആർപ്പുകളും മുദ്രാവാക്യമുടികളുമാണ് ഇവിടെ കോർപ്പറേഷൻ ഗാലറിയിലും അതുപോലെ താഴെ കൗൺസിൽ മാർക്കറ്റിൽ നിന്നും ഉയർന്നു വന്നത്. വലിയ രീതിയിലുള്ള പ്രശംസയോടുകൂടിയാണ് VK മിനിമോൾ കൊച്ചി കോർപ്പറേഷൻ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതാണെങ്കിലും സൂചിപ്പിച്ചതുപോലെ തന്നെ 48 വോട്ടുകൾ മിനിമോൾക്ക് ലഭിച്ചു. 22 വോട്ടുകൾ LDFന്റെ അംബിക സുദർശൻ ലഭിച്ചു. അതുപോലെ പ്രിയ പ്രശാന്ത് BJPയുടെ 6 വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ എന്തായാലും ട്വിസ്റ്റുകളില്ല, കാര്യമായ അട്ടിമറികളൊന്നുമില്ല. പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ VK മിനിമോൾ കൊച്ചി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കൊച്ചിയിലും നേരത്തെ വലിയ തർക്കം ഉണ്ടായിരുന്നു. ദീപ്തി മേരി വർഗീസിന്റെ പേര് തുടക്കത്തിൽ ഉയർന്നു വരികയും പിന്നീട് VK മിനിമോളിലേക്ക് എത്തുകയും ചെയ്തു. ഇപ്പോൾ VK മിനിമോളിനെ കൊച്ചി മേയറായി തെരഞ്ഞെടുത്തിരിക്കുന്നു. വലിയ കരഘോഷത്തോടു കൂടിയാണ് അവരുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടി മീഡിയ വൺ സ്ക്രീനിൽ കാണാം.